ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഫ്രീ കിക്കിലേക്ക്. വയനാട് വിഷൻ ചാനലും കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും ചേർന്ന് അവതരിപ്പിക്കുന്ന ഫ്രീ കിക്ക് എന്ന ലോകകപ്പ് ഫുട്ബോൾ പ്രോഗ്രാം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വ്യത്യാസമില്ലാതെ ഇപ്പൊ രാത്രിയാണ് ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയത്. സ്ഥലത്തിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് നമുക്ക് സമ്മാനങ്ങളൊക്കെ നൽകിയിടുന്നത് രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി, അറബി കോളേജ് റോഡിന് പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനം. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാണിക്യം ഡിസൈനർ ജ്വല്ലറി, ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. ഇവരൊക്കെ ചെറിയ സമ്മാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അവരുടെ സമ്മാനങ്ങളുണ്ട്. ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് 10,001 രൂപ സമ്മാനം നൽകുന്നുണ്ട്. സെമി ഫൈനൽ, ഫൈനൽ ടീമുകളെ വിജയിയെയും പ്രഖ്യാപിക്കുക. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഇന്നിപ്പോ ഞങ്ങൾ എത്തിയ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കളികൾ നടക്കുന്ന ദിവസങ്ങളാണ്. കൃത്യമായിട്ട് സംപ്രേഷണം വരുമ്പോൾ ഏത് ദിവസം എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കണ്ട. പക്ഷെ നമ്മൾ ഈ ഫുട്ബോൾ വൈബ് ഇങ്ങനെ മാസങ്ങളോളം, 1.5 മാസത്തിനപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഇപ്പൊ ഏതായാലും കോലമ്പറ്റ എന്ന് പറയുന്ന സ്ഥലം അല്ലേ ഇത്? കോലമ്പറ്റ. ഇവിടെ ഒരു 140 അടി അല്ലേ നീളമുള്ള ഒരു ഫ്ലെക്സ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രസീലിന്റെ കണ്ടത് 180, അത് അർജന്റീനയായിരുന്നു. ഇവിടെ ചെറിയ ഇവരത് അറിഞ്ഞില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അർജന്റീനയുടെ ഉണ്ട്. വലിയ ഫ്ലെക്സ് ആണ്. എത്രയാണെന്നുള്ള അറിയില്ല. പോർച്ചുഗൽ ഉണ്ട്, അത് പറഞ്ഞില്ലേ പ്രശ്നം. പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ അവരെല്ലാരും ഉണ്ട്. മാത്രമല്ല രാത്രി നമ്മള് വരുന്ന സമയം വരെ അവരിവിടെ നമ്മള് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല രസമുള്ള ഒരു സ്ഥലം, ഒരു പാലത്തിന്റെ അടുത്താണ് നമ്മൾ. ചോദിക്കാം. ഏതായാലും ഇവിടെ ബ്രസീലുകാരൊക്കെ ഒന്ന് കൈപൊക്കിയേ. ബ്രസീലുകാര് ചേട്ടൻ മാത്രമല്ല ഇവിടെ കൈ പിടിച്ചു പോക്കാണ്. ബ്രസീൽ ഇതാ 1, 2. ബ്രസീൽ ഇത്രയും വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രസീലുകാരല്ലേ ഇതാ ഇങ്ങോട്ട് പോരോട്ടോ. അല്ല, അർജന്റീനക്കാരെ നോക്കട്ടെ. കൂടുതൽ അർജന്റീനക്കാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അല്ലേ? പിന്നെ പോർച്ചുഗലാ? അത് ശരി, പോർച്ചുഗലിന് ഇത്ര ആളെ ഇവിടെ. ഒറ്റയ്ക്കാണോ? ഇവർ രണ്ടുപേരും ജർമ്മനിക്കാരാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ജർമ്മനിക്കാര്. കളി കാണാൻ വേണ്ടി എന്തെങ്കിലും സെറ്റപ്പുകൾ നിങ്ങൾ ഒരുമിച്ചാണോ അതോ വീടുകളിൽ സ്ക്രീൻ ഇട്ടുണ്ട്? TV ആണ്. അപ്പൊ എല്ലാരും ഒരുമിച്ച് കുറെ ആളുകളുണ്ട് ഇവിടെ അല്ലെ? സമയമായിട്ട് പോലും നമ്മൾ വരും എന്ന് പറഞ്ഞപ്പോ അവർ കാത്തിരിക്കുന്നത് നമ്മുടെ ഫുട്ബോളിന്റെ ഒരു വൈബാണ് ശരിക്കും കാണിക്കുന്നത്, ലോകകപ്പ് ഫുട്ബോളിന്റെ. അപ്പൊ ഇവിടെ പോർച്ചുഗൽ അല്ലേ പറഞ്ഞു? ഇത്രയും ആളുകളെ ഇതാണ് പോർച്ചുഗലിന് ഇത്രത്തോളം ആരാധകർ ഇവിടെ ഉള്ളത്. ഒരുപാട് അർജന്റീന, ബ്രസീൽ നമ്മൾ കാണുന്നുണ്ട്. ജർമ്മനിയുടെ 2 ആൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളും കപ്പടിക്കും. പറഞ്ഞു കൊടുക്കേട്ടാ, ഇവര് വെറുതെ എന്തോ പറഞ്ഞുണ്ടാക്കുക. കഴിഞ്ഞ അർജന്റീന കപ്പടിക്കാൻ കാരണം ബ്രസീലും 12ാമത്തെ ആള് കളിക്കാരൻ ബ്രസീലിന് അല്ല റെഫറിയാന്ന് പറഞ്ഞിട്ട് അവര് കളിക്കുന്നത്. അത് വെറുതെയാ. ഞങ്ങള് കളിച്ച് നേടിയതാണ് കപ്പ്. ഈ തവണ ഫസ്റ്റ് കളിയിൽ 3 ഹാട്രിക് അടക്കം അടിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നും അടിക്കും ഞങ്ങളെ ചക്ക പൊളിച്ചടിക്കുന്നു. ഇന്ന് കളിയാണ് എല്ലാരും. അർജന്റീന മെസ്സിക്ക് വേണ്ടി ചാവാതെ നടക്കുന്ന ചക്കന്മാര് 10 പേരുണ്ട്. മെസ്സിക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ 2 ആളാണെങ്കിലും അവിടെ ജർമ്മനി മിറോസ്ലാവ് ക്ലോസെ ഇന്നും ചരിത്രത്തിൽ ഇടം നേടിയ ആളാണ് അല്ലെ? ജർമ്മനിക്ക് വേണ്ടി ഒലിവർ ഖാൻ. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം 2014 കപ്പടിച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇവർക്ക് ഘട്ടത്തിലേക്ക് ഒന്ന് കടക്കാൻ പറ്റും. 2006 മുതൽ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങിയാണ്. അന്ന് മുതൽ പിന്നെ ജർമ്മനി
എന്നോട് അർജന്റീന തോറ്റിട്ടേ ഉള്ളൂ ഇല്ലേ? നിലവാണോ ഇറക്കിയാണോ? അതെ വിശ്വാസത്തിലുള്ളത് ആ വിശ്വാസത്തിലാ. അല്ല അങ്ങനല്ലല്ലോ. അല്ല ഞാൻ ഇവിടെ അവസാന ഘട്ടത്തിൽ എങ്ങനെ ഒരു ഗോൾ അല്ല ഈ ഒളിവർ ഖാനെ പോലെ ഒന്നും ഒരു നല്ല ഗോൾ കീപ്പറെ പിന്നെ കിട്ടിയില്ല, ഒരു ബെറ്റർ ആയിട്ട് അല്ലേ? ജർമ്മനിക്ക് നല്ല ഗോൾ കീപ്പർ വന്നിട്ടില്ല, പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പറാണ്. അതെന്താ കുഴപ്പം? അത് പറ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബ്രസീലിന്റെ ആളുകൾ എവിടെ? ബ്രസീലിന്റെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ബ്രസീലോടി ആയി കണ്ടമഴ തോറ്റു പോയത്. പറയടാ മോനെ. ജർമ്മനിന്ന് കേട്ട് കഴിഞ്ഞാൽ ബ്രസീലിന് പേടിയാണ്. പറയടാ, പറഞ്ഞു കൊടുക്ക ചേട്ടനോട് അങ്ങോട്ട്. പേര് പറ നിന്റെ. അല്ല നീ മാത്രമേ ഉള്ളൂ ബ്രസീൽ, വേറെ എവിടെ ബ്രസീലുകാര്? ഏട്ടനും അനിയനും ബ്രസീൽ ആണോ? ഏട്ടനാണ്. ഏട്ടൻ എന്താ പറയുന്നത്? എന്ത് പറയാ, ബ്രസീലായിരിക്കും. എന്ത് പറയാ, ഇവനെങ്ങനെ ബ്രസീലായത്? അതവന് നെയ്മറായിട്ട് ഇഷ്ടം, അതുകൊണ്ട്. ഫ്രാൻസ് ഇംഗ്ലണ്ടിനൊന്നും ആരുമില്ല ഇവിടെ. ഇംഗ്ലണ്ട്, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗല്, ജർമ്മനി വന്നിട്ടില്ല. ഏതായാലും കോലമ്പറ്റയിൽ വലിയൊരു വൈബാണ്. ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളുമാണ്. എന്നാൽ ഈ കളിയുടെ കാര്യത്തിലെല്ലാം ആവേശത്തിൽ നിൽക്കാണ്. ഫ്ലെക്സ് വെച്ചിട്ട് വലിയ ഫ്ലെക്സ് വെക്കാൻ മാത്രമേ ബ്രസീലുകാർക്ക് പറ്റൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും ആരും ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. ബ്രസീലുകാരെയാ പറയുന്നത് ഈ സമയത്ത് വന്നാലും അതിനിടയിലൂടെ. അതാണ്. അപ്പോ ഏതാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ, കാത്തിരുന്ന് കാണാം. സ്പെയിൻ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പൊ അർജന്റീന ഫാൻസ് ഇത്രയുണ്ടല്ലോ അല്ലെ? അർജന്റീന ഫാൻസിനോട് എനിക്ക് ചോദിക്കാനുള്ള, നമ്മുടെ മെസ്സി ലോകകപ്പിൽ അരങ്ങേറിയത് ഏത് ടീമിനെതിരെയാണ്? കൈപൊക്കിയാതി. മെസ്സി ലോകകപ്പിൽ ആദ്യം കളിച്ചത് ഏത് ടീമിനെതിരെയാണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട. ആദ്യം പറയണ ഗൂഗിളിൽ സെർച്ച് 2006 രാജ്യത്തിനെതിരെയാണ് മെസ്സി ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചത്. അല്ല അൾജീരിയ അല്ല, അതുപോലെ ഒരു രാജ്യമാണ് കേട്ടോ. ഉണ്ടല്ലോ ഇത്തവണ കളിക്കുന്നുണ്ടല്ലോ ടീം. ഇല്ലാന്ന് തോന്നൂല്ലേ? ഇല്ല നൈജീരിയ അല്ല. അല്ല ഒരു പോയില്ല അല്ലെ? ആ ചോദ്യം നമ്മൾ അടുത്ത ടീമിലേക്ക് പോകും. എന്നാൽ മെസ്സി ഇത്തവണ ഹാട്രിക് അടിച്ചല്ലോ, ആദ്യ കളിയിൽ ഹാട്രിക് അല്ലേ? മെസ്സിക്ക് ടോട്ടൽ എത്ര ഹാട്രിക് ഉണ്ട്? അദ്ദേഹത്തിന്റെ മൊത്തം കരിയറിൽ എത്ര ഹാട്രിക്? ഒരു ചരിത്രമാണ് കരിയറിൽ. അദ്ദേഹത്തിന്റെ കരിയറിൽ എത്ര ഹാട്രിക്? ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ഈ കളിയിൽ ഉടനീളം ഈ ഫുട്ബോൾ കളിയിൽ എത്ര ഹാട്രിക്? അത്രയൊന്നും ആയിട്ടില്ല. 34 ഹാട്രിക് അടിക്കാൻ. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം റെഡിയായി. അല്ല എങ്ങനെ വന്നാലും നിങ്ങൾക്കെതിരെയാണല്ലോ. ജർമ്മനി അതിന് മുമ്പേ കളിക്കുന്നുണ്ട്. ഓക്കെ, എത്ര അല്ല അത്രയൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ റൊണാൾഡോ, പോർച്ചുഗലിന്റെ ആളുകളില്ലേ, എത്ര ഹാട്രിക് അടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇല്ല. റൊണാൾഡോ 10 ഹാട്രിക്. പോർച്ചുഗലിന്റെ റൊണാൾഡോ ആകെ അദ്ദേഹത്തിന്റെ കരിയറിൽ 10 ഹാട്രിക്. അപ്പൊ മെസ്സി എത്ര? അതാണ് മെസ്സി കൂടുതലുണ്ട്. 14. പറഞ്ഞു പറയിച്ചിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ ഞാൻ ഉത്തരം നിങ്ങൾ അടുത്തത് കണ്ട് മനസ്സിലാക്കാം. എന്നാലും ഇവർക്ക് സമ്മാനം കൊടുക്കാതെ പോകാൻ പറ്റില്ല. എന്നാൽ എളുപ്പമുള്ള എല്ലാവർക്കും ഉത്തരം അറിയാത്ത ആളുകളുണ്ടാവില്ല, ഉത്തരം അറിയുന്ന ആളുകളുണ്ടാവും. അടുത്തൊരു ചോദ്യം പറ. അടുത്തൊരു ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2014 ഫൈനലിന്റെ കാര്യമൊക്കെ ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? അത് ജർമ്മനിക്ക് വേണ്ടി അർജന്റീനക്കെതിരെ വിജയ ഗോൾ നേടിയ ജർമ്മൻ താരത്തിന്റെ പേരെന്താണ്? ആ ചേട്ടൻ പറഞ്ഞു. ഒരു സമ്മാനം നമ്മുടെ കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് ആണ് നൽകുന്നത്. നമ്മുടെ കേരള അക്കാഡമി. ഓക്കെ, അത് കറക്റ്റ് ആണ് പറഞ്ഞത്. കറക്റ്റ് ആ കോഴ്സ്, അത് ഓർത്തു വെച്ചു. ആരും അറിയാത്ത ആളുകളല്ല. അടുത്ത ഒരു ചോദ്യത്തിലും കൂടി പോണം. അയാൾ ജർമ്മനിയാ, ഉത്തരം അവിടെ പറഞ്ഞല്ലോ. ഒരു ചോദ്യം കൂടി. ഒരു ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ചോദ്യത്തിലേക്ക് വരാം. ചെറുത് പോരേട്ടാ, പുള്ളി വലിയ ചോദ്യം. എല്ലാരോടും കൂടിയിട്ടുള്ള വേറൊരു ചെറിയ ചോദ്യമാണ്. നമ്മളെ 1982 ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? 1982 ഇയാളെ പുറത്താക്കാം. ഏതാണ് ഇറ്റലി. ഒരു നല്ല ഒരു വയനാട് വിഷന്റെ ഒരു ടീഷർട്ട്.
തെറ്റിദ്ധരിക്കുക നമ്മൾ ഒത്തുകളിയാണോ ഞാൻ ചോദിക്കുന്നത് ഇപ്പം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 തവണ വേൾഡ് കപ്പ് നേടിയ ഒരു ടീം ഇത്തവണ വേൾഡ് കപ്പിൽ കളിക്കില്ല. അവൻ പറഞ്ഞു ഒരു സമ്മാനം തരാൻ വേണ്ടി ചോദിച്ചു. അങ്ങോട്ട് വാ. അവനേതാ ടീം? പോർച്ചുഗൽ. ഒരൊറ്റ സമ്മാനം കൂടി നമ്മളിതാ കേരള വിഷൻ നൽകുന്ന ഒരു ചെറിയ സമ്മാനം. എല്ലാ സമ്മാനം പോർച്ചുഗൽ കപ്പടിച്ച ഒന്നും പറയാനില്ല. കിട്ടില്ല, ഏതെങ്കിലും കിട്ടി. ഇതല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അറിവില്ല, വെറുതെ വന്നിട്ട് അർജന്റീന അല്ല കപ്പ് ആരടിക്കുന്നു കാത്തിരിക്കാം. ഏതായാലും കോലമ്പറ്റയിലെ ആവേശമാണ് നമ്മൾ ഈ വൈകിയ സമയത്ത് കണ്ടത്. അല്പമായിട്ട് മഴയൊക്കെ അങ്ങനെ. ഓക്കെ, ഞങ്ങൾ ഇവിടെ എത്തുന്നത് ശരിക്കും നമ്മുടെ അർജന്റീനയുടെ ഓസ്ട്രേലിയക്കെതിരെയുള്ള കളിയുടെ ദിവസമാണ്. വേറെയും കളികളുണ്ട്. ഇവരൊക്കെ ഇവിടെ ക്ലബ്ബിൽ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്കും കളി കാണണം. അപ്പൊ ഏതായാലും ഈ വരുന്ന സംപ്രേഷണം വരുന്ന ദിവസം ഈ കളി കഴിഞ്ഞിട്ടുണ്ടാവും. ഏത് ദിവസമാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല. എന്നാലും ഇവർ പ്രവചിച്ച കറക്റ്റ് ആണ്. ഇവര് ഈ സമയത്ത് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഇത്രയും പേര് ഇവിടെ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും കാത്തു നിന്നതിൽ നിങ്ങളോട് പ്രത്യേകം നന്ദി എല്ലാവരോടും. അപ്പൊ നമ്മുടെ ഷെരീഫ് പ്രത്യേകമായിട്ട് ഇന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആ ഫ്ലക്സിനെ കുറിച്ചൊക്കെ. എന്താ പറയാനുണ്ടോ? ഇല്ല, എന്നെ തോണ്ടിയ പോലെ തോന്നി. നീ ഏതാ ടീം? ഏതാ? പോർച്ചുഗലാണ്. കാര്യമില്ല. അപ്പൊ എല്ലാവരും പോർച്ചുഗലുകാരാണ്. ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു ഏട്ടാ, എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. Co-powered by രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. Co-powered by മാണിക്യം ഡിസൈനർ ജ്വല്ലറി.